വാണിംഗ് ആൻഡ് ഫൈനൽ വാണിംഗ്. ഭക്തജനങ്ങളോട് ശ്രദ്ധയ്ക്ക് ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ദൈവത്തെയാണ് റോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ദൈവങ്ങളും അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അതിൽ അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ ഫുൾ സീൻ, എക്സ്ട്രാ ഓർഡിനറി മോണോ ആക്ട് ആൻഡ് പെർഫോമൻസ്, പിന്നെ ക്യാപ്കട്ടിലെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചുള്ള ഗ്രീൻ സ്ക്രീൻ മാജിക്, സെൽഫ് ഇന്റർവ്യൂ, ഇങ്ങനത്തെ പല പല ടാക്ടിക്സ് കൊണ്ട് ഒരുപാട് ദൈവങ്ങൾ ആഡ്സൻസ് റവന്യൂ തന്ന് ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഒരു ദിവസം വെള്ളം കയറി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മൊബൈൽ ഷോപ്പിൽ കൊണ്ടേ കൊടുത്ത് നേരാക്കരുത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നെ നേരാക്കി തരും. മോളുടെ കയ്യിൽ നിന്ന് വെള്ളം എന്റെ ഫോണിലേക്ക് വീണ് ഫോൺ ഡിസ്പ്ലേ ഒക്കെ പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എല്ലാ കൃപാസനം പത്രത്തിൽ ഫോൺ പൊതിഞ്ഞൊരു ദിവസം മുഴുവൻ മാതാവിന്റെ അനുഭവത്തിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച്, എന്നിട്ട് എനിക്ക് ഫോണെടുത്ത് ഫോൺ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ഫോൺ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഫോൺ എനിക്ക് ശരിയായി കിട്ടി. കൂടാതെ പുതിയൊരു ഫോൺ മാതാവ് എനിക്ക് നൽകുകയും ചെയ്തു. മുമ്പ് പതിവായി എന്റെ 1 GB ഡാറ്റ കോട്ട 5 മണിക്ക് മുമ്പേ തീരുമായിരുന്നു. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് കൃപാസനം പത്രം. ഇപ്പോഴൊക്കെ എന്റെ ഡെയിലി ഡാറ്റ കോട്ട തീരുമ്പോൾ ഞാൻ കൃപാസന പത്രം എന്റെ ഫോണിൽ ചുരുട്ടി വെച്ചിട്ട് മെഴുകുതിന് മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് എനിക്ക് 1 GB ഡാറ്റ ഫ്രീ ആയി തരും. അങ്ങനെയാണ് ഞാൻ എന്റെ ജീവിതം റീചാർജ് ചെയ്യാതെ ജീവിക്കുന്നത്. കൃപാസനം പത്രം യൂസ് ചെയ്യൂ, ഡെയിലി റീചാർജിൽ നിന്ന് മുക്തി നേടൂ. ഇങ്ങനെയാണെങ്കിൽ ദൈവം മൊബൈൽ ഷോപ്പ് വരെ പട്ടിണിക്ക് ഇടുമല്ലോ. ദിസ് ഈസ് വെരി വെരി. പിന്നെ വേറൊരു ദൈവം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കറക്റ്റ് സമയത്തിന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLC എക്സാമിന് A+ പാസ്സാവാൻ പറ്റും. ഒന്നും പഠിക്കാത്ത കുട്ടികളാണ് 5 എണ്ണത്തിനൊക്കെ പൊട്ടാറുണ്ട്. എക്സാമിന് പോകുമ്പോഴൊക്കെ അഭിഷേകാഗ്നി ഇട്ടിട്ട് കണ്ടിട്ടേ പോകുള്ളൂ. 4A+ കെമിസ്ട്രി K+. ഞങ്ങൾക്ക് കിട്ടിയവർ മിസ്സുമാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് രാത്രി ഉറക്കം വെച്ച് കുത്തിയിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓസിക്ക് A+ വാങ്ങിച്ച് പോകാൻ പറ്റും. ഇങ്ങനത്തെ പല പല ദൈവങ്ങളുടെ പ്രൊമോഷണൽ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഓസിക്ക് മൊബൈൽ നേരാക്കി തരുന്ന മെക്കാനിക്കൽ ദൈവം, പഠിക്കാത്ത കുട്ടികളെ ഫുൾ മാർക്കോടെ പാസ്സാക്കുന്ന A+ ദൈവം, സ്ഥലങ്ങളെ ബ്രോക്കറായി നിന്ന് വിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് ദൈവം, ഓസിക്ക് വന്ന് നാട്ടുകാരുടെ ഫുഡ് അടിക്കുന്ന ദൈവം, കൊറോണ മാറ്റി തരുന്ന വാക്സിൻ ദൈവം, യോയോ റാപ്പർ ദൈവം, VFX ദൈവം, ആൻഡ് ഫൈനലി ദ ബിസിനസ് ദൈവം. ബാക്കി വീഡിയോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു മോണ്ടയ്ക്കകത്തുള്ള പുഴുക്കളങ്ങനെ കളികളായി ചിരികളായി വിളികളായി. ഇതിനൊക്കെ പ്രാക്ടീസ് അവർ പള്ളിയിൽ നിന്ന് തരുമോ അതെ അവർ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരണോ? ഇത് കാഞ്ചന ഫൈൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എടുത്ത ലീക്ക്ഡ് ഫുട്ടേജ് അല്ല, ഇറ്റ്സ് എ നോർമൽ ഡേ ഇൻ ദി ലൈഫ് ഓഫ് എ പ്രേതം. അതെ, ഈ ചേച്ചിന് വേറെ പ്രേതം കൂടിയിരിക്കുകയാണ്. ഇവിടെ എന്താ സ്റ്റേജ് ഷോ ആണ് നടക്കുന്നത്, ക്ലാപ്പ് അടിക്കാൻ. ഇവിടെ ദൈവവും സാത്താനും തമ്മിൽ ഇത്രയും വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറെ പേര് പോപ്കോണിൽ നിന്ന് ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യത്തിന്റെ അടുത്ത് ഞാൻ ഈ കാശുരൂപം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, ചോദ്യം എനിക്ക് വായിച്ചാൽ പോലും കിട്ടണില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഉത്തരം, ഒന്നാമത്തെ നമ്പർ ഇട്ടു, ഒരു ഉത്തരത്തിന്റെ അടുത്ത് കൊണ്ടുവരും. ഈ കാശുരൂപം ഈ ഉത്തരത്തിന്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് എന്തോ ആകർഷണീയത ഉള്ളതായിട്ട് തോന്നി. എന്നിട്ട് 94 ശരിയായി. അമ്മ മാതാവ് എന്നെ സഹായിച്ചതാണ്. കാരണം എനിക്ക് ചോദ്യം പോലും ഞാൻ വായിച്ചില്ല. കുട്ടി സ്കൂളിലെ ഹിന്ദി അധ്യാപികയായിട്ട് ഞാൻ സ്ഥിരമായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. അയ്യോ, ഈ ചേച്ചി പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ചോദ്യങ്ങളും കൊണ്ട് വായിക്കാൻ കിട്ടാത്ത ഒരു മരവാഴിയാണ് അവരിനെ പഠിപ്പിക്കുന്നത്. എന്തായാലും ഇത് തുറന്നു പറഞ്ഞതോടെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഉണ്ടാവും, ഇത്രയും കാലം അവരിനെ ഹിന്ദി പഠിപ്പിച്ചതും ആ കോയിൻ വെച്ചിട്ട് കറക്കി കുത്തിയിട്ടായിരിക്കുമെന്ന്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ദൈവമാണ് മിസ്സിസ് ചിത്രാനന്ദമായ അമ്മ. ഈ അമ്മ എന്ന് പറയുന്നത് അവരെ ആരും വിളിക്കുന്നതല്ല, അവരെ തന്നെ സ്വയം വിളിക്കുന്നവരാണ്. അമ്മയെ അന്വേഷിച്ച ആരെങ്കിലും വന്നാൽ അവർക്ക് വേണ്ട നന്മകൾ പറഞ്ഞു കൊടുക്കും. അമ്മയെ അറിയാം, അതുകൊണ്ട് അവർക്കെല്ലാം സങ്കടങ്ങളാണ്. ഈ ദൈവം ഒരുപാട് ദാരിദ്ര്യത്തിലായതുകൊണ്ട് ഇവർ മറ്റുള്ളവരുടെ അടുത്ത് പ്രൊമോഷൻ പോകാറില്ല. ഇവരുടെ വീട്ടിൽ തന്നെ ഫ്ലെക്സും പോസ്റ്ററൊക്കെ അടിച്ച് ഇവർ സെൽഫ് പ്രൊമോഷൻ ചെയ്യും. ഇവരുടെ ഫോട്ടോ തന്നെ ഇവർ പിക്സാർട്ടിലെ ദൈവങ്ങളെ പോലെ എഡിറ്റ് ചെയ്തിട്ട് ഇവരുടെ ഭിത്തിയിൽ തന്നെ തൂക്കിയിട്ടുണ്ടാവും. എന്നിട്ട് 3 നേരം ആ ഫോട്ടോ നോക്കിയിട്ട് ഇവരിനെ തന്നെ പ്രാർത്ഥിക്കും. ഈ അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് കണ്ണടച്ചതിന് പറഞ്ഞാൽ ദൈവം ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഈ അമ്മയ്ക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട്, ലൈക്ക് മറ്റേ PK ബാബനെ പോലെ. കണ്ണടച്ചാൽ മതി, എല്ലാം മുന്നിൽ വന്നുകൊള്ളു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ജീവിക്കണം, ഓരോടത്ത് മാറി മാറി. ഈ സോക്കോൾഡ് അമ്മ തന്നെ ഇപ്പൊ 4ാമത്തെ വാടക വീടാണ് മാറി മാറി ജീവിക്കുന്നത്. ബിക്കോസ് ആദ്യത്തെ 3 വീട്ടിലെ ഓണേഴ്സ് അമ്മയുടെ ഇതുപോലുള്ള പല തരികിട കണ്ടിട്ട് അടിച്ചു ഓടിച്ചത്. സ്വന്തം ജീവിതം തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെയാണ് ബാക്കിയുള്ളവരുടെ ജീവിതം പ്രഡിക്ട് ചെയ്യുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 2ാമത്തെ ഉരുട്ട് ദൈവമാണ്. ഈ ദൈവം ജീവിതത്തിൽ മാത്രമല്ല അഭിനയത്തിലും കുലപതിയാണ്. ഫുൾ ടൈം കാന്തര വൈബിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഋഷഭ് ഷെട്ടിക്ക് ഈ ദൈവത്തിന് മാൻഡ്രസമാണ് കോപ്പി അടിച്ചത്. കാന്തര 3 ഇറക്കുമ്പോ ചിലപ്പോ ഈ ജീവിനെയൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. മനുഷ്യനായിട്ടില്ല, മറ്റേ പന്നിയായിട്ട്. എനിക്കൊരു കൂടെ പറഞ്ഞ പൊണ്ണുണ്ടല്ലോ, അവിടെ കഷ്ടത്തിക്കും നിങ്ങൾക്ക് തെരിയാത്ത സഹോദരന് തെരിയാത്ത പകല വിഷയം ആ കൊച്ചിന്റെ മനസ്സിലുണ്ട്. ആ കുട്ടിയുടെ ജീവിതമേ ரொம்ப കഷ്ടപ്പെട്ട ജീവിതം. ഞങ്ങളെ 3 ആണുങ്ങൾ അമ്മയ്ക്കും അച്ഛനും 3 ആൺപിള്ളേരാണെന്ന്. നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ ഉരുട്ട് ദൈവമാണ് സ്വാമി നിത്യാനന്ദ. ഈ സ്വാമി കുറച്ചുകൂടി അപ്ഡേറ്റഡ് സ്വാമിയാണ്. കാരണം പുള്ളിക്കാരെ 2-3 അണികൾക്ക് കഴിഞ്ഞ മാസത്തിലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാം. യൂട്യൂബിനകത്ത് ചാറ് പോലെ കിടക്കുന്ന ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഒക്കെ കുത്തി നിറച്ചിട്ടായിരിക്കും പുള്ളിക്കാരന്റെ വീഡിയോ റിലീസ് ആവുക.
ഇതൊക്കെ കണ്ട് സൈഡിൽ നിന്ന് ഉറയുന്ന കുറച്ച് പോങ്ങന്മാരുണ്ട്. എനിക്കറിയില്ല ഇവന്മാരുടെ തല്ലി തീട്ടോണോ അതേ വേറെ വല്ലതുമാണ്. സ്വാമിന്റെ ആശ്രമത്തെ വെച്ച് പെണ്ണുങ്ങളുടെ ലീക്ക്ഡ് വീഡിയോസ് ഒക്കെ റിലീസ് ആയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് ഫുൾ ഉടായ്പാണ്. പുള്ളിക്കാരൻ ഇപ്പൊ നാട് വിട്ടിട്ട് വേറെ ഏതോ ഐലൻഡിൽ പോയി ജീവിക്കും. കൊറോണ വന്നപ്പോൾ ഇവരുടെ അണികൾ വാക്സിൻ എടുത്തില്ല, നേരെ ചാണകം മേത്തേച്ച് കുളിക്കണ്ടായിരുന്നു. പിന്നെ കൊറോണ മാറാൻ വേണ്ടിയിട്ട് പശുവിന്റെ മൂത്രം കുടിച്ച ടീംസ് അടക്കം വേറെ. എനിക്ക് തോന്നുന്നത് ഇവരുടെ ആശ്രമത്തിന് പശുവിന്റെ ചാണകം മൂത്രമൊക്കെയാണ് തിന്നാൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ മൈൻഡൊക്കെ ഇങ്ങനെ പോകുന്നത്. ഒരു മൃഗത്തിന് ദൈവമായി കാണുക, എന്നിട്ട് ആ മൃഗം ഉടനെ വേസ്റ്റ് ഒക്കെ എടുത്ത് തിന്നുക. ഫോറിൻ ന്യൂസ് ചാനൽസ് ഒക്കെ ഇന്ത്യ ഇത് പറഞ്ഞിട്ടാണ് ട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ നടക്കുള്ളൂ, വേറെ എവിടെ ഇത് നടക്കില്ല ഇക്കാലം. നമുക്കറിയാം നമ്മുടെ റിലീജിയനിൽ നമുക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടെന്ന്. ആ വിശ്വാസത്തിന് ഇവർ വിറ്റ് കാശാക്കാൻ നോക്കുന്നു. നമ്മൾ എത്ര കാലം നമ്മുടെ റിലീജിയനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ടോ അത്രയും കാലം ഇതുപോലുള്ള ഓരോ ആളുകൾ വന്ന് നമ്മളെ പറ്റിച്ചോണ്ടേ. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ പുഷ്പാഞ്ജലിക്ക് 20 രൂപ, രക്തപുഷ്പാഞ്ജലിക്ക് 50 രൂപ. അപ്പൊ ഇതിന് അർത്ഥം എന്താ? ഞാൻ 20 രൂപയുടെ പുഷ്പാഞ്ജലി എടുത്തു, പക്ഷെ എന്റെ കൂട്ടുകാരൻ 50 രൂപയുടെ പുഷ്പാഞ്ജലി എടുത്തു. അപ്പൊ ദൈവം എന്നെക്കാളും കൂടുതൽ ബ്ലെസ്സിങ് അവന് കൊടുക്കുന്നതാണോ? ആക്ച്വലി ഇവിടെ റിലീജിയൻ വെച്ചിട്ടുള്ള വലിയൊരു ബിസിനസ്സിലാണ് നടക്കുന്നത്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് എല്ലാ ദൈവത്തിലും വിശ്വാസമുണ്ട്. പക്ഷെ ദൈവോട് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേരുണ്ട്, ദൈവത്തെ വിറ്റ് കാശാക്കുന്ന കുറച്ച് പേരുണ്ട്, ദൈവത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന കുറച്ച് പേരുണ്ട്. ദേ ആർ ദ ട്രൂ ഡെവിൾസ്. ഒരാൾ ദൈവമാണെങ്കിൽ അയാൾ എന്തിനാണ് വീടിന്റെ ഫ്രണ്ടിൽ അയാളുടെ ഫ്ലക്സ് അടിച്ചു വെക്കേണ്ട കാര്യം? ഒരാൾ ദൈവമാണെങ്കിൽ എന്തിനാണ് അയാളുടെ വീഡിയോസിലേക്ക് എഫക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യേണ്ട കാര്യം? ഒരാൾ ദൈവത്തെ പൂജിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തിനാണ് അയാൾക്ക് പൈസ? അതും ഓരോ പൂജയ്ക്ക് ഓരോ റേറ്റ്. എനിക്കറിയാം അമ്പലങ്ങൾ ഇതുപോലെ നിന്ന് പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻകം സോഴ്സ് വേണം. അവിടെയുള്ള പൂജാരിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉണ്ടാവും. അവിടെ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഏത് പൂജാരി നിൽക്കില്ല എന്നൊക്കെ എനിക്കറിയാം. ബട്ട് കുറെ സ്ഥലത്ത് ഇതൊരു വലിയൊരു ബിസിനസ്. അടുത്ത വർഷം ഏതെങ്കിലും റിലീജിയന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ പൈസ ചോദിക്കുമ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ കളി നിങ്ങൾ നോക്കൂ. ഇസ്ലാം നിർബന്ധമായും മറക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന നിലക്കാണ് ഈ കളി നടക്കുന്നത്. ഔറത്ത് കൃത്യമായി മറക്കുന്നില്ല. പുരുഷന്റെ തുടഭാഗം ഔറത്താണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുമോ? ഗൈസ്, ഇവന്മാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ മെസ്സിയെ പറന്നിട്ട് ഫുട്ബോൾ കളിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒന്നടങ്കം ഈ നിലക്കുള്ള കളികൾ കാണുമ്പോൾ പുരുഷന്റെ ഔറത്തല്ലേ കാണുന്നത്? പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തുടഭാഗം കാണുന്നില്ലേ? അത്തരം ആളുകളുടെ കളിക്കാരുടെ ബോർഡുകളും രൂപങ്ങളും അല്ലേ സ്ഥാപിക്കുന്നത്? ഓക്കെ, അപ്പൊ ഫുട്ബോൾ നമുക്ക് സെൻസർ ചെയ്തിട്ട് ഇറക്കാം. ഇനി മുതൽ എല്ലാവരും മെസ്സിയുടെ തല മാത്രം കണ്ടാൽ മതി, കാലും തൊടയൊന്നും കാണാൻ പറ്റില്ല. ഇയാളെ വിട്ട് കഴിഞ്ഞ ആണുങ്ങളുടെ പറതായിട്ട് നടത്തിപ്പിക്കുന്നതാണ് തോന്നുന്നത്. ഒരാണിന്റെ തൊട കാണുമ്പോഴേക്ക് ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വികാരം പൊള്ളണെന്ന് എനിക്കറിയില്ല. ലയണൽ ആന്ദ്രേസ് മെസ്സി അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ല. ഓ, മേഡലിരുന്ന് താഴത്ത് പറയും ഭയങ്കര രസമായിരിക്കും അമ്മ. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ? ഇയാൾ ഒരു ജന്മം കൊണ്ട് മതം വിട്ടുണ്ടാക്കിയ പൈസ അയാൾ ഒരു കളിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ റോൾസ് റോയ്സ് പോകുമ്പോൾ ആരും നിങ്ങളുടെ അടുത്ത് നീ എത്ര പേര് പഠിച്ചിട്ടുണ്ട്, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കില്ല. 2012-ലും 2015-ലും ആ സ്ത്രീയിൽ കുട്ടികൾ ഉണ്ടായതിനു ശേഷം 2017 ആ പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചു. 2017. ഇയാൾക്ക് ഇത്രയ്ക്കും വിവരമില്ലാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മെസ്സിക്ക് ഒരു കുഴപ്പമില്ല, മെസ്സിയുടെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഇയാൾക്ക് എന്താ എത്ര ചോർച്ചല്ലേ? ഇനി വരാൻ പോണ കാലം ഫുൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഹാജിയാന്റെ കാര്യത്തിൽ ആ പൈങ്കിളി പ്രണയമൊക്കെ കഴിഞ്ഞു. അടുത്ത ജനറേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഇതിനേക്കാളും പറയണം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോ അവേറോ എന്നാണ് ഇയാളുടെ പൂർണ്ണമായ നാമം. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല. അതെ അതെ, പ്രാഥമിക വിദ്യാഭ്യാസം ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇയാളുടെ വയസ്സിനേക്കാളും നമ്പർ ഓഫ് സ്കൂൾസ് റൊണാൾഡോ കെട്ടിയിട്ടുണ്ട്. ഒരു പ്രാഥമിക വിവരം പോലും ഇല്ലാത്ത ആളാണ്. എന്തുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല? പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയാണെങ്കിൽ ഇന്ന് കാണുന്ന മെസ്സി ശരിക്കും മെസ്സി ആയിരിക്കത്തില്ല. അവര് വല്ല കമ്പനിയിൽ അടിമീനെ പോലെ പണിയെടുക്കേണ്ടി വന്നു. അയാൾ ചെയ്ത ഡൊണേഷൻ, അയാൾ ചെയ്ത ചാരിറ്റി, ഇതൊന്നും ഇയാൾ കാണുന്നില്ല. ഇയാൾ ഒരാളുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ് ഒരാളുടെ വിലയിൽ. പൊതുവെ എല്ലാ അമ്മമാരും ഏകദേശം ഇയാളിനെ പോലെയൊക്കെ തന്നെയാണ്. ഇവർ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും പഠിക്കണം. ഇവർക്ക് ചെറുപ്പത്തിൽ പ്രായം ഉണ്ടായില്ല, അതുകൊണ്ട് നമുക്കും പ്രായം ഉണ്ടാകാൻ പറ്റില്ല. ഇവരുടെ അച്ഛൻ ഇവർക്ക് പൈസ കൊടുക്കില്ല, അതുകൊണ്ട് നമുക്കും പൈസ കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് പൈസ കൊടുത്തു പറഞ്ഞാൽ ഭയങ്കര വഷളായി പോകുന്നതാണ് ഇവരുടെ വിചാരം. ഇവർക്ക് ഒരു ജാതി അസൂയാണ് നമ്മുടെ ജനറേഷനോട്. ഇവരുടെ ചെറുപ്പത്തിൽ ഇവർ നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്, അതുകൊണ്ട് നമ്മൾ നടന്നിട്ട് സ്കൂളിൽ പോകണമെന്നാണ് ഇവർ പറയുന്നത്. ഏതെങ്കിലും പെണ്ണ് കൂടെ നടക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരുടെ കുണ്ടിയിൽ കുരുപോട്ടും. കാരണം ഇവരും ചെറുപ്പത്തിൽ നടന്നിട്ടില്ല. ഇവരുടെ ജനറേഷനിലൊന്നും ഇവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇവർ നമ്മളും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഡയറക്റ്റ് വന്ന് ഡയലോഗ് അടിച്ചു പറഞ്ഞാൽ ആരും കേൾക്കാൻ ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഇവർ റിലീജിയനും കൂടി കൂട്ടിക്കൊഴിച്ച് പറയുന്നത്. ഒരു വലിയ ശക്തിയുള്ള മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ഭൂമിയുടെ മേലെ സ്പേസിൽ എവിടെയൊക്കെയാണ് ജീവിക്കുന്നത്. ആ മനുഷ്യന് ഇഷ്ടമില്ലാത്ത ഒരു 10 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മളെ നരകത്തിക്കായി. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അയാളുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാം. ഇതാണ് ഏതൊരു റിലീജിയന്റെയും കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദൈവം ഇല്ല എന്ന് പറഞ്ഞവരെ വിശ്വസിക്കാം, ദൈവം ഉണ്ട് എന്ന് പറയുന്നവരെ വിശ്വസിക്കാം. പക്ഷെ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേരില്ലേ, അവര് വിശ്വസിക്കരുത്. ഏതോ സിനിമയിൽ കേട്ടാണ്, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞെന്നുള്ളൂ. സോ that's it for today guys. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡിലും വീഡിയോ കാണാൻ. ബൈ ബൈ.